ഹലോ ഗായ്സ്, ദിസ് ഇസ് ജിതു സോൺ സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ നീങ്ങി വരുന്നേ നല്ല തുമ്പപ്പൂ പോലെയുള്ള ഇഡ്ഡലി ആട്ടോ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഇഡ്ഡലിയാണ്. നമ്മുടെ തുമ്പപ്പൂ പോലത്തെ ഇഡ്ഡലി, നല്ല കുറുകിയിരിക്കുന്ന സാമ്പാർ, പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ വെള്ളച്ചമ്മന്തി. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ വെള്ളച്ചമ്മന്തിയും സാമ്പാറും കൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് എനിക്ക് ഇഷ്ടമാവുന്നത്, അതായത് തൃപ്തിയാവുന്നത്. ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ കുറുകിയിരിക്കുന്ന സാമ്പാർ കഴിക്കാനായിട്ട്. ഈ സാമ്പാറിനകത്ത് അധികം കഷ്ണങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഉള്ളിയും പരിപ്പും ഇട്ടിട്ട് ഉള്ളി സാമ്പാർ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് അത് കഴിക്കാനായിട്ട്. പിന്നെ തക്കാളിയും കുമ്പളങ്ങയും പരിപ്പും മാത്രമായിട്ട് സാമ്പാർ വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മളെപ്പോഴും സെറ്റ് ചെയ്യുന്ന ഒരു ലഞ്ച് ബോക്സ് അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കായത്തോരനാണ് കേട്ടോ. കായത്തോരൻ എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ തോരൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്? പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു, പിന്നെ ബ്രൗണിയും സ്റ്റിക്കും, പിന്നെ കുക്കീസൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നതാണ്. ഈ ലഞ്ച് ബോക്സ് കാണുമ്പോൾ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിച്ചപ്പോഴുള്ള ലഞ്ച് ബോക്സ് എനിക്ക് ഓർമ്മ വരാറുണ്ട്. എനിക്ക് എൻ്റെ ലഞ്ച് ബോക്സിനകത്ത് അധികം ഐറ്റംസ് ഒന്നും ഉണ്ടാവാറില്ല. ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവൽ പൊട്ടറ്റോ ഫ്രൈ. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് നമ്മുടെ സെയിം സാമ്പാറും കായത്തോരനും പിന്നെ നത്തൊലി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചൂടനെന്ന്. ആൾ അത്രയ്ക്ക് അങ്ങോട്ട് ചൂടല്ല, ആൾ പാവമാണ്. ആളുടെ വേറൊരു പേരാണ് നത്തോലി. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു, ഫാഫയുടെ. അതിനകത്ത് പറയുന്നുണ്ട് നത്തോലി ചെറിയൊരു മീനല്ലാന്ന്. പിന്നെ ഒന്ന് രണ്ട് വീഡിയോസിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചൂടൻ്റെ വേറൊരു പേരാണ് നത്തോലി എന്നുള്ളതാണ് ഞാനൊന്ന് റിയലൈസ് ചെയ്തു. പക്ഷേ ആൾ ചൂടാണെങ്കിലും ഈ ഒരു പേര് അടിപൊളിയാട്ടോ, നത്തോലി. നത്തോലി എന്ന് കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ ലഞ്ചിന് ശേഷം ഒരു ഡയറി മിൽക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും അങ്ങോട്ട് കഴിച്ചു കേട്ടോ. എനിക്ക് വലിയ ഡയറി മിൽക്കുകളെ മാസങ്ങളോളം വെച്ച് അതിങ്ങനെ കണ്ട് ആസ്വദിച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നല്ല, ഇത്രയും വില മുടക്കി നമ്മൾ വലിയൊരു ഡയറി മിൽക്ക് എപ്പോഴും അങ്ങനെ വാങ്ങാറില്ല. അപ്പോൾ അത് വാങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കാനും തോന്നാറില്ല. അതെങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കും, വെച്ച് പിന്നെ ക്ഷമ അങ്ങനെ നശിക്കുമ്പോൾ അതെടുത്ത് കഴിക്കും. അങ്ങനെ കഴിച്ച ഒരു ഐറ്റമാണ് ഇത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു അവലൂസ് പൊടി കേട്ടോ. അത് ഇന്നേ മേടിച്ചതല്ല, ശരിക്കും ഇതുപോലെ ഒരു മാസം മുന്നേ വാങ്ങിയിട്ട് ഇങ്ങനെ വെച്ചിരുന്നതാണ്. അതിൻ്റെ കാര്യം ഞാൻ അങ്ങോട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നിവിടെ ചായക്ക് സ്നാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈവനിങ് സ്നാക്സായിട്ട് ഞാൻ ആ അവലോസ് പൊടിയും പിന്നെ പാൽ ചായ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഈ അവലോസ് പൊടി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ ടേസ്റ്റ് കൂടുതൽ. നമ്മൾ പുറത്ത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ രാത്രി എനിക്ക് ചോറ് കഴിക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു, വിശന്നില്ലായിരുന്നു. അപ്പോൾ ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അതങ്ങോട്ട് കുടിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ 2-3 മാസമായിട്ട് ഈ ഒരു ഗ്ലാസ് ഇത് വാങ്ങി അങ്ങ് വെച്ചിരിക്കുന്നു, പക്ഷേ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നാരങ്ങ വെള്ളം കലക്കിയപ്പോൾ ഇതിലങ്ങ് ഒഴിച്ച് കുടിച്ചു. പിന്നെ കുറച്ച് പിസ്തായും കഴിച്ചിട്ടോ. ഇതിൻ്റെ ലിഡ് ശരിക്കും പറഞ്ഞാൽ പൂപ്പലടിച്ചിരിക്കുകയായിരുന്നു. ചെറിയൊരു തണുപ്പ് തട്ടിയാൽ മതി, വേഗം ഇത് പൂപ്പലടിക്കും. എനിക്കറിയത്തില്ലായിരുന്നു ഇതിൻ്റെ ലിഡ് പൂപ്പലടിക്കുന്നതാണെന്ന്. ഈർപ്പം തട്ടിയാൽ അത് പൂപ്പലടിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.